നമസ്കാരം. കേരളം കണ്ട ഏറ്റവും വലിയ അധമയായ, അഴിമതിക്കാരിയായ, തട്ടിപ്പുകാരിയായ, ധിക്കാരിയായ സ്ത്രീ ആരാണെന്ന് ചോദിച്ചാൽ, ഒന്നിനും കൊള്ളാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു മന്ത്രിയായി, MLA ആയി, മന്ത്രിയായി, എങ്ങനെ കുഴലൂത്തുകാരിയായിട്ട്, പിണറായി വിജയന്റെ കുഴലൂത്തുകാരിയായിട്ട്, പിണറായി വിജയന് ഒരിക്കലും മുങ്ങില്ല കപ്പൽ, ഈ കപ്പലിന്റെ കപ്പിത്താനാണെന്നൊക്കെ പറഞ്ഞ് പ്രകീർത്തിച്ച് വാനോളം എഴുത്തി സുവർഗത്തിലെത്തിച്ച നമ്മളെ വീണ ജോർജ് ആണ് എന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഒരാളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് പിണറായി വിജയൻ എന്തിനാണെന്ന് എനിക്കറിയില്ല. പിണറായി വിജയന്റെ സൗകര്യം. പക്ഷെ ജനങ്ങളെ CPM-നെ നശിപ്പിക്കാൻ ഇറങ്ങിയ കണ്ടകവിത്താണ് ഈ വീണ ജോർജ് എന്ന് തീർത്തും പറയാൻ പറ്റും. ആ വീണ ജോർജ് മത്സരിച്ച ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ആ ജില്ല ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത്. മാത്രമല്ല, അവിടെ മത്സരിക്കാൻ തന്നെ അബിൻ വർക്കി ആദ്യത്തെ ദിവസം തന്നെ പത്രക്കാരുടെ മുന്നിൽ വെച്ച് ഒരു ഡിസ്കഷൻ, ചർച്ച, പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച വെച്ചപ്പോൾ അതിൽ വീണ ജോർജിന്റെ കണ്ണൂരിലെ തട്ടിപ്പുകളെ കുറിച്ച് കൃത്യമായി പച്ചയ്ക്ക് വിവരിക്കുന്നതിൽ കേട്ട് അവർക്ക് ഉത്തരം മുട്ടി ഒന്നും മിണ്ടാൻ പറ്റാത്ത വിധത്തിൽ എളിഭ്യായി ഇരിക്കുന്ന ഒരു രംഗം നമ്മൾ കണ്ടിട്ടുണ്ട്. ആ അബിൻ വർക്കിയുടെ രംഗപ്രവേശം പല മാസ് സിനിമകളിൽ മോഹൻലാലൊക്കെ രംഗപ്രവേശം ചെയ്യുന്ന പോലെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതേപോലെയാണ് അബിൻ വർക്കി അവിടെ വരികയും ഇപ്പോൾ അവിടെ 15,000 വോട്ടിന് ജയിക്കുമെന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? സതീഷ് കൊച്ചുപറമ്പിൽ, DCC പ്രസിഡന്റ് പത്തനംതിട്ട പറയുന്നത് ആറന്മുളയിൽ 15,000 വോട്ടിന് ജയിക്കും. അവിടെ BJP വേണ്ടത്ര രൂപത്തിൽ പഴയ പോലെ പ്രവർത്തിച്ചിട്ടില്ല, വളരെ നിർജീവമായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ പ്രമുഖനായ BJP നേതാവാണ് ആറന്മുളയിൽ മത്സരിച്ചതെങ്കിലും യാതൊരു തരത്തിലും BJPക്ക് അനുകൂലമായൊരു പ്രചാരണം വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാന കോന്നിയിലാണ് സതീഷ് കൊച്ചുപറമ്പിൽ മത്സരിച്ചിട്ടുള്ളത്. കോന്നിയിലാണ് പ്രതീഷ് കുമാർ. നമുക്കറിയാം, അവിടെ ഏറ്റവും അധികം CPM-ന്റെ ഏറ്റവും പ്രമുഖനായ ആളാണ് അദ്ദേഹം. 100% തോൽക്കുമെന്നാണ് സതീഷ് കൊച്ചുപറമ്പിൽ മത്സരിച്ച സ്ഥലത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ റാന്നിയിൽ പ്രമോദ് നാരായണൻ തോൽക്കും. അവിടെ 5,000 മുതൽ 10,000 വോട്ടിന് തോൽക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തിരുവല്ലയിൽ 10,000 വോട്ടിന് UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് പറയുന്നത്. അതിലുപരിയായിട്ട് അടൂരിലെ വിജയമാണ് അദ്ദേഹം നിർബന്ധമായി പറയുന്നത്. ശാന്തകുമാർ പൊട്ടിക്കരഞ്ഞത് കൃത്യമായി ആ ഒരു കോസ് ഉണ്ട്, അത് 5,000 വോട്ടിന് മുകളിൽ അദ്ദേഹം വിജയിക്കും. അങ്ങനെ പത്തനംതിട്ട വീണ്ടും UDF-ന് അനുകൂലമാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വലിയ മുന്നേറ്റം ഇത്തവണയും ഉണ്ടായിരിക്കും. UDF ഒറ്റക്കെട്ടായിരുന്നു. യാതൊരു പടലപ്പിണക്കങ്ങളോ യാതൊരു തർക്കങ്ങളോ ഉണ്ടായിരുന്നില്ല. മുമ്പെല്ലാം സീറ്റുകൾ നഷ്ടപ്പെടാൻ കാരണം തമ്മിലടിയും തർക്കങ്ങളും എല്ലാമായിരുന്നെങ്കിൽ ഇത്തവണ ടീം UDF ആയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അദ്ദേഹവുമായി ഇന്ന് വിശദമായി ഞാൻ സംസാരിച്ചിരുന്നു. ആര് ജയിക്കും, തോൽക്കും, എന്തുകൊണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ നമുക്ക് പൂർണ്ണമായി കേൾക്കാം. നമസ്കാരം. പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് 5 സീറ്റാണുള്ളത്. കഴിഞ്ഞ തവണ LDF പൂർണ്ണമായും സീറ്റ് നേടി, 5 സീറ്റും LDF ആണ് നേടി. ഇത്തവണ എന്തായിരിക്കും പത്തനംതിട്ട ജില്ലയിലെ സ്ഥിതി? പത്തനംതിട്ട DCC പ്രസിഡന്റ് ആയിട്ടുള്ള താങ്കൾ മത്സരിക്കുന്നുമുണ്ട്. പത്തനംതിട്ടയിലെ ജില്ലയിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത വിധം ഐക്യ ജനാധിപത്യ മുന്നണി വളരെ ഐക്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി ഉണ്ടായെങ്കിൽ ഈ തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതിന്റെ മുമ്പായിട്ടുള്ള ഒരു റിഹേഴ്സൽ എന്ന് തന്നെ പറയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോലെ തന്നെ ഐക്യത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് 8 ബ്ലോക്ക് പഞ്ചായത്തിൽ 8ഉം UDF തിരിച്ചുപിടിച്ചു. കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കത്തക്ക ജില്ലാ പഞ്ചായത്തും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും 4 മുനിസിപ്പാലിറ്റിയും 3 മുനിസിപ്പാലിറ്റിയും 54 ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ 36 പ്രസിഡന്റുമാരെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. ഇതെല്ലാം വളരെ ഐക്യത്തോടു കൂടി ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ അഭിപ്രായ വ്യത്യാസം മറന്നുകൊണ്ട് പ്രവർത്തിച്ചു. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം, എങ്ങനെയെങ്കിലും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ്, ജനങ്ങളെ വെറുത്ത ഒരു ഗവൺമെന്റ്, കേരളത്തിലെ ജനങ്ങൾ സമസ്ത മേഖലകളിലും ജനങ്ങളെ ദ്രോഹിച്ച ഒരു ഗവൺമെന്റ്, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് യഥാർത്ഥത്തിൽ നരകതുല്യമായ ജീവിതമാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി നിഷ്പക്ഷമതികളായ ആളുകളും CPM അനുഭാവികളായ പല ആളുകളും ഈ തവണ UDF-നാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായും 5 സീറ്റിലും
ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു മണ്ഡലമാണ് ആറന്മുള. വീണ ജോർജ് മന്ത്രിയാണ് മത്സരിക്കുന്നത്. അവിടെ എന്തായിരിക്കും സ്ഥിതി? ആറന്മുളയിൽ വീണ ജോർജ് ആരോഗ്യരംഗം പറയേണ്ട കാര്യമുള്ളൂ. ജനങ്ങൾ വെറുത്ത ഒരു മന്ത്രി. കേരളത്തിലെ ഒരു കാലത്തും ആരോഗ്യരംഗം ഇത്ര കുത്തഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അനുഭവമാണ് ഇന്ന് ആരോഗ്യരംഗത്ത് ഉണ്ടായത്. കാരണം മുഖ്യമന്ത്രിക്ക് ഇപ്പൊ ഏറ്റവും താല്പര്യമുള്ള രണ്ടുപേരെന്ന് പറയുന്നത് ഒന്ന് വീണ ജോർജും വീണ വിജയനും. ഈ ആരോഗ്യരംഗം യഥാർത്ഥത്തിൽ കോന്നിയിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജ് അവിടുത്തെ UDFന്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു. ആ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി ഇന്ന് വളരെ പരിതാപകരമാണ്. മെഡിക്കൽ കോളേജിൽ നടന്നു പോകുന്ന രോഗികൾ ഇപ്പോൾ തിരിച്ചു വരുന്നത് ഒന്നിൽ ആംബുലൻസില് മോർച്ചറിയിലേക്ക് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. അപ്പൊ അങ്ങനെ ആരോഗ്യരംഗത്ത് എല്ലാം തന്നെ അവിടെ ജനറൽ ആശുപത്രി ഉണ്ട് പത്തനംതിട്ടയിൽ. അവിടെ ആ ജനറൽ ആശുപത്രിയിലെ CPMന്റെ നേതാവായ ഓമല്ലൂർ ശങ്കറിന് പോലും ഒരു അപകടം ഉണ്ടായപ്പോൾ നേരെ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ പഞ്ഞി പോലും ഇല്ല, ഡോക്ടർമാരില്ല, നേരെ കൊണ്ടുപോയ മെഡിക്കൽ കോളേജിലേക്ക്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ഒരു അപകടം ഉണ്ട്. അത് കോന്നി മെഡിക്കൽ കോളേജിന് സമീപം വെച്ചാണ്. അദ്ദേഹം ഡ്രൈവറോട് പറഞ്ഞു എന്നെ പെട്ടെന്ന് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ. ഞാൻ ഇതൊക്കെ സൂചിപ്പിച്ചു, ഇതൊക്കെ ജനങ്ങള് കണ്ടുകൊണ്ടിരിക്കുകയല്ലയോ. അപ്പൊ തീർച്ചയായും അതിനെതിരെ വീണ ജോർജിനെതിരെ ശക്തമായൊരു വികാരമാണ് ആറന്മുളയിൽ ഉണ്ടായിരുന്നത്. ആറന്മുളയിൽ എത്ര വോട്ടിന് അഭിവർക്കി ജയിക്കാൻ സാധ്യതയുണ്ട്? ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളരെ വളർത്തുള്ള ഒരു മണ്ണാണ് ആറന്മുള നിയോജക മണ്ഡലം. തീർച്ചയായും ആറന്മുള നിയോജക മണ്ഡലത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും നല്ല മാർജിനിൽ അഭിവർക്കി വരും. ഒരു 15,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. രണ്ടാം സ്ഥാനത്ത് ആരായിരിക്കും? തീർച്ചയായും രണ്ടാം സ്ഥാനത്ത് LDF വരും, മൂന്നാം സ്ഥാനത്ത് BJP വരും. അതിനുള്ള സാധ്യതയായി. കാരണം BJPയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനസ്സിലാക്കുന്നത് ഒരു ആവേശമില്ലായിരുന്നു. കുമ്മനം രാജശേഖരനെ പോലുള്ള ഒരാള് മത്സരിക്കുമ്പോൾ തീർച്ചയായും ഞാൻ വളരെ ആവേശത്തോടുകൂടി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിരുന്നത്. പക്ഷെ ഈ ആറന്മുള വിമാനത്താവളം ഉൾപ്പെടെ ഇല്ലായ്മ ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നല്ലൊരു വിഭാഗം യങ്സ്റ്റേഴ്സും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായി ഇറങ്ങിയില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ബാക്കി 4 താങ്കൾ മത്സരിച്ച മണ്ഡലം കോന്നി. ഞാന് മത്സരിച്ച മണ്ഡലത്തിൽ എന്റെ സ്ഥാനാർത്ഥിത്വം ഒരു പ്രഖ്യാപിച്ച അവസാനമാണ്. 5 ദിവസത്തോളം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പ്രഖ്യാപനം വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ റോഡ് ഷോ നടത്തി. ഒരു കാലത്തും കോന്നിയിലുണ്ടാകാത്ത വിധം ചെറുപ്പക്കാരായിട്ട് ആളുകൾ ഉൾപ്പെടെ ഉൾപ്പെടെ അതിശക്തമായ ഇതാണ്. അതിനുശേഷം അതിന്റെ പിറ്റേ ദിവസം 21-ാം തീയതി നിയോജക മണ്ഡലം കൺവെൻഷൻ ഒരു കാലത്ത് പ്രകാശ് ചേട്ടനാണ് ഉദ്ഘാടനം ചെയ്തത്. അടൂർ പ്രകാശ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ പ്രസംഗിച്ച് എന്റെ കൺവെൻഷനെ കാട്ടി ജനപങ്കാളിത്തമാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവിടെ ചിട്ടയായ പ്രവർത്തനമാണ്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ 4 വർഷക്കാലമായി എനിക്ക് ചാർജ് ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. പ്രവർത്തകരെ എല്ലാം ഒരുപോലെ ഒരു നൂലിൽ തോർത്ത പുഷ്പത്തെ പോലെ കാണുവാൻ എനിക്കാണ് കഴിഞ്ഞ ഒരു ഗ്രൂപ്പ് വ്യത്യാസമില്ല. അതുകൊണ്ട് അടൂർ പ്രകാശ് ചേട്ടന് സ്ഥാനാർത്ഥിയാകുന്നതിൽ പോലും ഞാൻ എതിർത്തില്ല. അദ്ദേഹം സ്ഥാനാർത്ഥിയാകുകയാണെങ്കിൽ തീർച്ചയായും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് ചേട്ടനെ അറിയിക്കുകയും അതിനുശേഷം MPമാർക്ക് മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം അഥവാ അദ്ദേഹം തന്നെയാണ് എന്റെ പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ ഒരു കാലത്തും കോന്നിയില് ഇതുപോലെ ഐക്യത്തോടെ, കാരണം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എത്ര വോട്ടിന് താങ്കൾ വിജയിക്കും? അവിടെ ഏറ്റവും ശക്തനായ ഒരു CPM നേതാവാണ് ജിനേഷ് കുമാർ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയെ പറ്റി പറയുന്നത് ശക്തനായിരിക്കും. ഞാനത് പറയുന്നത് ശരിയല്ലല്ലോ. അവിടുത്തെ ചിട്ടയായ പ്രവർത്തനം ഒരു കാലത്തും പണ്ട് ചിറ്റൂർ ശശാങ്കൻ ചേട്ടൻ മത്സരിക്കുമ്പം അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പം 8 പൊട്ടിക്കുമ്പോഴേ നോക്കുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ജയിച്ചു വന്നു. വളരെ ചിട്ടയായ പ്രവർത്തനമാണ് നടന്നത്. അഭിപ്രായ വ്യത്യാസം ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ്. ഏറ്റവും പ്രത്യേകത കോൺഗ്രസിനുള്ളിലും UDFനുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ ശ്രീ അടൂർ പ്രകാശ് MP എത്രയോ വികസന പദ്ധതികൾ നടപ്പിലാക്കി. പക്ഷെ ആ പദ്ധതികൾ എടുത്തു കാണിക്കത്തക്ക പ്രോജക്റ്റ് ഇപ്പോഴത്തെ MLAയുടെ ഭാഗത്തു നിന്ന് ഇല്ലായിരുന്നു. മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി പരിതാപകരം. റോഡും കലിങ്ങും മാത്രമല്ലല്ലോ വികസനം. ആളുകൾക്ക് ശാശ്വതമായ
പരിഹാരങ്ങൾ നമ്മള് റാന്നിയിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രമോദ് നാരായണൻ ആയിരുന്നു അവിടെ കഴിഞ്ഞ വർഷത്തെ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. ഇത്തവണ എന്തായിരിക്കും സ്ഥിതി? തീർച്ചയായും KPCCയുടെ ജനറൽ സെക്രട്ടറി പഴകുളം മധു വളരെ ചിട്ടയായ പ്രവർത്തനമാണ് അവിടെ നടത്തിയത്. അവിടെയും കാലങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, ജില്ലയിലെ എന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച ആളുകൾ പോലും, വളരെ മത്സരിച്ച ആളുകൾ പോലും ഇത്തവണ എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റ് വരരുതെന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തീർച്ചയായും പ്രത്യേകിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ടവർക്കെതിരെയുള്ള ശക്തമായൊരു വികാരം റാന്നിയിലുണ്ടാകും. പഴകുളം മധു 5000-നും 10,000-നും ഇടയ്ക്ക് ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അടൂര് ശാന്തകുമാറോ? അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. മാനസികമായിട്ട് ഭയങ്കര. സംബന്ധിച്ചിടത്തോളം അടൂരിൽ ഏറ്റവും നല്ല ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി തവണ അദ്ദേഹം ജനപ്രതിയായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ മെമ്പറായിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുണ്ട്. സൗമ്യനാണ്, ആരോടും പണക്കമില്ലാത്തയാളാണ്, അദ്ദേഹം വിദ്യാഭ്യാസമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ്, അസംബ്ലി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആണ് ആരോപണം ഉന്നയിച്ചത്. അതിനു മുമ്പ് എത്രയോ തെരഞ്ഞെടുപ്പിൽ അനുസരിച്ചപ്പോൾ അദ്ദേഹം കൊലക്കേസിലെ പ്രതിയാണെന്നൊന്നും ഇവർ പറഞ്ഞില്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞ മാനസികമായി അദ്ദേഹത്തിനുണ്ടായ വേദനയുടെ അടിസ്ഥാനത്തിലാണ് നിരപരാധിയായ വളരെ സത്യസന്ധനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശാന്തകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എങ്ങനെ കരയാതിരിക്കും? അദ്ദേഹം എത്ര വോട്ടിന് അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട്? CPIയുടെ സിറ്റിംഗ് സീറ്റാണ് എല്ലാ കാലത്തും അവിടെ. CPIയുടെ സിറ്റിംഗ് സീറ്റ് ആണെങ്കിലും CPIയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളാണല്ലോ ഉള്ളത്. അവിടെ ശക്തമായ 2 ഗ്രൂപ്പുകൾ നിലനിൽക്കുകയാണ്. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കിട്ടിയ ഭൂരിപക്ഷം അത്രയും വന്നില്ലെങ്കിലും 5000-ന് മുകളിൽ ഭൂരിപക്ഷത്തിന് അദ്ദേഹം ജയിക്കും. BJP ഈ തവണയും അവിടെ ഉദ്ദേശിച്ച രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പ്രധാനമന്ത്രി വന്ന സ്ഥലമാണ് തിരുവല്ല. അവിടെ എന്തായിരിക്കും? തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം ഈ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വളക്കൂറുള്ള ഒരു മണ്ണാണ്. കാരണം കേരള കോൺഗ്രസിലുള്ള ഡീലിമിറ്റേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ കൊടലപ്പണക്കം, അതിനു മുമ്പ് വിക്ടർ ടി തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ കേരള കോൺഗ്രസിൽ തന്നെ സ്വാമി ഇപ്പം റിബലായിട്ട് നിന്ന് 20,000 വോട്ട് കൂടി. അതോടാണ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പക്ഷെ 4 തവണ അതേ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് തൊട്ടിങ്ങോട്ട് ഉള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഈ തവണ ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ ഐക്യം ഉണ്ടായി. കോൺഗ്രസ് പാർട്ടി അതിന് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. അവിടെ തീർച്ചയായിട്ടും UDFന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വർഗീസ് മാമൻ 10,000-ന് മുകളിലോട്ട് ജയിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഓക്കെ, ഈ 5 മണ്ഡലങ്ങളിലും പൊതുവായിട്ട് എന്തൊക്കെ വിഷയങ്ങളാണ് പ്രധാനമായിട്ട് അനുകൂലമായി മാറിയത് UDFന്? UDFന് ഏറ്റവും പ്രധാനമായി അനുകൂലമായി മാറിയത് ശബരിമല വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കോന്നി, റാന്നി തുടങ്ങിയിട്ടുള്ള നിയോജക മണ്ഡലത്തിൽ അതൊരു പരിധി വരെ ബാധിക്കും. പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവൺമെന്റിനോടുള്ള വെറുപ്പ്, ഒരു UDF തരംഗം അതുണ്ടായിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും വോട്ടെണ്ണി കഴിയുമ്പോൾ അത് വ്യക്തമാണ്. ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം ഏതാണ് കൂടുതൽ? ഭരണവിരുദ്ധ വികാരമാണ്. പിണറായി മാത്രമല്ലല്ലോ, പിണറായിയുടെ അഴിമതിയും ധൂർത്തും ഒരു വശത്ത്, അതുകൂടാതെ തന്നെ ഈ LDFന്റെ മന്ത്രിമാർക്കുള്ള ആളുകൾ തികഞ്ഞ പരാജയമാണ് പല രംഗത്തും. ഞാൻ ആരോഗ്യവകുപ്പ് തന്നെ എടുത്തു പറഞ്ഞല്ലോ, ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ എല്ലാം പരാജയമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ വീണ ജോർജ് ഒരു ഐശ്വര്യമാണ് നമുക്ക് പത്തനംതിട്ടയിലല്ലേ? ഓക്കെ. വീണ ജോർജിനോട് ആദ്യമായിട്ട് ഏറ്റുമുട്ടിയിട്ട് വാർത്ത ചെയ്തതും അതിന്റെ പേരിൽ കള്ളക്കേസ് കുടുക്കി ജയിലിൽ പോയതും ഞാനാണ്. എനിക്കറിയാം. അതിനോട്ട് വീണ ജോർജിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന ഒരാൾ ഞാനാണ്. വീണ ജോർജിനും അതുപോലെ തന്നെ ജനീഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കരിയാട്ടം കളിയാട്ടം ഒന്നും പറഞ്ഞ അർത്ഥം കൊടുത്തേ. ഓക്കെ, അപ്പം ഇതാണ് പൊതുവെ നമ്മുടെ ഈ പുതുയുഗ യാത്ര VD സതീഷിന്റെ നേതൃത്വത്തിൽ അവിടെ വന്നപ്പോൾ എങ്ങനെയായിരുന്നു മൊത്തത്തിൽ അവിടെ സ്ഥിതി? ജില്ലയിലെ ഇതുപോലൊരു പരിപാടി
ചരിത്രത്തിലുണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് നയിച്ച ഞാൻ പറഞ്ഞില്ല, ഈ ഗവൺമെന്റിനോടുള്ള ഒരു ജനവിരുദ്ധ നടപടികളിലുള്ള പ്രതിഷേധമാണ്. എല്ലാ 5 നിയോജക മണ്ഡലങ്ങളിലും ശക്തമായി അത് ഭയങ്കര എല്ലായിടും. അപ്പൊ ഈ കേരളത്തിൽ മൊത്തമായിട്ട് അദ്ദേഹം നടത്തിയ യാത്ര ഗംഭീരമായിരുന്നു. ഈ പറയുന്ന 5 മണ്ഡലങ്ങൾ UDF-ന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നെങ്കിലും കഴിഞ്ഞ തവണ LDF-ന് പൂർണ്ണമായി കിട്ടിയൊരു ജില്ലയാണ്. ഇനി ഇത്തവണ ഒരു കാരണവശാലും ഉണ്ടാവില്ല, 5ഉം UDF-ന് കിട്ടുമെന്നാണ് താങ്കൾ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.